ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു തരാൻ പോകുന്നത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ജാലകമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ആരും മിസ് ചെയ്യാതെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. എന്റെ യൂട്യൂബ് ജേർണി എങ്ങനെയാണെന്നും ഞാൻ യൂട്യൂബിലൂടെ വന്ന് എന്തുമാത്രം ക്യാഷ് ഏൺ ചെയ്യുന്നുണ്ടെന്നും എനിക്ക് യൂട്യൂബിന് മുന്നേ എന്തായിരുന്നു എന്റെ വർക്കെന്നും യൂട്യൂബ് അക്കൗണ്ട് എടുത്തതിനു ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നും ഞാൻ അവസാനമൊക്കെ പറഞ്ഞുതരാം. അതിന് മുന്നേ എന്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അതുപോലെ തന്നെ എന്റെ ഈ വീഡിയോ ലൈക്കും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും അനുയോജ്യമായ ഒരു വീഡിയോ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, യൂട്യൂബിൽ വരുന്നതിന് മുന്നേ എന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ സാധാരണ ഇപ്പോ ജോലി ചെയ്ത് 8 മണിക്കൂറുള്ള ഡ്യൂട്ടിയൊക്കെ ചെയ്തതിനു ശേഷം അതിൽ കിട്ടുന്ന ക്യാഷ് കൊണ്ട് കുറച്ച് മിച്ചം പിടിച്ച് ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ യൂട്യൂബ് എന്നൊരു മേഖല എന്റെ കയ്യിൽ എത്തിയതിനു ശേഷം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുകയുണ്ടായി. അതിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നേടാൻ സാധിച്ചു. എനിക്കൊരു മൊബൈൽ ഫോൺ ഞാൻ എടുത്തു, ഞാനൊരു വാഹനം, ഒരു ബൈക്ക് ഞാൻ എടുത്തു. അതുപോലെ തന്നെ എന്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ തീർത്തു. അതെല്ലാം എനിക്കൊരു സാധാ ഒരു ജോലി, ഒരു പ്രൈവറ്റ് ആയിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. പ്രൈവറ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് ഒരു 20,000 രൂപ കിട്ടുന്ന ജോലിയാണെന്നുണ്ടെങ്കിൽ ആ 20,000 രൂപ നമ്മളുടെ ഓരോ മാസം ചെലവിന് മാത്രമേ കാണുകയുള്ളൂ. അതിനുശേഷവും നമ്മൾ ആരെന്തെങ്കിലുമൊക്കെ കടവും അല്ലെങ്കിൽ ലോണൊക്കെ എടുത്തതിനു ശേഷം വീണ്ടും എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ വന്നാൽ അത് ചെയ്ത് പോകേണ്ടി വരും. പക്ഷെ ഈ യൂട്യൂബിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ എന്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബിലൂടെ സാധിക്കും. അപ്പൊ അത് എന്നെ കൊണ്ട് സാധിച്ചു. അടുത്ത ഒരു പോയിന്റ് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ എന്റെ മുഖം കാണിക്കത്തേയില്ലായിരുന്നു. എനിക്ക് അതൊരു നാണക്കേട് പോലെയായിരുന്നു. സത്യം പറയാതെ എനിക്കൊരു നല്ലൊരു നാണക്കേട് പോലെയായിരുന്നു മുഖം ഫേസ് കാണിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾക്കും ഇതുപോലെ, എനിക്ക് അന്ന് ഫേസ് കാണിക്കാതെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിൽ ക്ലിക്ക് ആയത്. ഇപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ഫേസ് ഒന്നും കാണിക്കാതെ തന്നെ യൂട്യൂബിൽ നിങ്ങളുടെ ഓൺ കണ്ടന്റ് ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ഓൺ കണ്ടന്റ് മാത്രമേ ഇടാവൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോപ്പിറൈറ്റ് ഇഷ്യൂസും അതുപോലെ കോപ്പിറൈറ്റ് ക്ലെയിം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ യൂട്യൂബിലുണ്ട്. യൂട്യൂബില് ഇതുവരെയും കാലിട്ട് വയ്ക്കാത്തവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കോപ്പിറൈറ്റ് ക്ലെയിമും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോ ഉദാഹരണം, നിങ്ങൾ ഒരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ എന്നിട്ട് യൂട്യൂബിനകത്തുനിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിനകത്തുനിന്ന് ഒരു ഓഡിയോ സെലക്ട് ചെയ്ത് നിങ്ങൾ ആ ചെയ്ത വീഡിയോയിൽ ഇടുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് യൂട്യൂബ് തന്നെ അത് കണ്ടുപിടിച്ച് ഇത് വേറൊരാളുടെ അക്കൗണ്ടിൽ കിടക്കുവാണ് എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിമോ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ തരും, കോപ്പിറൈറ്റ് ക്ലെയിം തരും. അപ്പോൾ വേറൊരാള്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സോങ് അതിനകത്ത് ആഡ് ചെയ്തു. അപ്പോൾ ഇത് വേറൊരാളുടേതാണ്. അങ്ങനെ ആ ആൾ അത് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു 3 സ്ട്രൈക്ക് കിട്ടിയാൽ നിങ്ങളുടെ ചാനൽ തന്നെ അടിച്ചു പോകും. അടുത്ത പോയിന്റ്, ഈ 2025 എന്ന് പറയുന്നത് യൂട്യൂബ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ യൂട്യൂബേഴ്സിന് വളരാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമാണ് 2025 നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇതിൽ വേറൊരു സംഭവം എന്ന് പറഞ്ഞാല്, നമ്മള് പണ്ട് മുതൽക്കേ ഇപ്പോ പഴയ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയാൽ അറിയാം, സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടാനും വീഡിയോസിനൊക്കെ വ്യൂസ് കൂടാനൊക്കെ ഭയങ്കര പാടാണ്. പക്ഷെ ഇപ്പൊ 2023 തൊട്ട് ഇപ്പൊ ഈ 25 വരെ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പൊ ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട്. യൂട്യൂബിൽ തന്നെ ലോങ് വീഡിയോസ് ഉണ്ട്, ഷോർട്ട് വീഡിയോ ഉണ്ട്. അപ്പൊ ആ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും വ്യൂസൊക്കെ കയറ്റി നമ്മുടെ അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇപ്പൊ 2025 ഇതിനേക്കാൾ ബോണസ് എന്ന് പറയുന്ന ഓപ്ഷൻ വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് പ്രൊഡക്ട്സ് ഇതിനകത്ത് ടാഗ് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൂപ്പർ ചാറ്റ്, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് തുടക്കക്കാരാണ്, യൂട്യൂബിൽ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മടിച്ചു നിൽക്കാതെ 2025 തന്നെ നിങ്ങൾക്ക് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഒരു ഇമെയിൽ ഐ ഡി ആണ്, ഒരു മെയിൽ ഐ ഡി. നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ഒരു പേഴ്സണൽ ആയിട്ട് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട്. ആ ഒരു ഇമെയിൽ ഐ ഡിയും ഒരു പാസ്വേഡും വേണം. അതിനുശേഷം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എടുക്കുക, അതിനകത്ത് ക്രിയേറ്റ് അക്കൗണ്ട് ചാനൽ എന്നുണ്ട്. അതിനുശേഷം ക്രിയേറ്റ് ചാനൽ തുടങ്ങാം. ഇപ്പൊ നിങ്ങൾ ഏത് ഓൺ കണ്ടന്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ചിലർക്ക് റൈറ്റിംഗ് ആയിരിക്കും, ചിലർക്ക് ഈ ജോബ് ഞാൻ ചെയ്യുന്നത് പോലെ ജോബ് റിലേറ്റഡ് ആയിരിക്കും, ചിലർക്ക് വ്ളോഗ് ആയിരിക്കും, ചിലർക്ക് ബ്ലോഗ് ആയിരിക്കും.
അതുപോലെ ചിലർക്ക് ഡെയിലി ലൈഫ് സ്റ്റൈലൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതായിരിക്കും. ചിലർക്ക് ഷോർട്ട് വീഡിയോസ്, ലോങ് വീഡിയോസ്, അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് കണ്ടന്റ് ആയിരുന്നാലും നിങ്ങളുടെ ഓൺ കണ്ടന്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ ഓൺ കണ്ടന്റ് നിങ്ങൾ ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ വീഡിയോ ആയിട്ടോ ഷോർട്ട് വീഡിയോ ആയിട്ടോ ലോങ് വീഡിയോ ആയിട്ടോ ഷോർട്ട് വീഡിയോ ആയിട്ടോ ഇട്ടുകൊണ്ട് തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ യൂട്യൂബിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ആണ്. 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ ഉണ്ട്. അതിന്റെ ക്രൈറ്റീരിയ ആണ് ഇപ്പൊ പറഞ്ഞത്. ആ ക്രൈറ്റീരിയക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്തതിനു ശേഷം വെരിഫൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താൽ അതിനുശേഷം നിങ്ങളിടുന്ന വീഡിയോസിന് എല്ലാത്തിനും നിങ്ങൾക്ക് ക്യാഷ് കിട്ടിക്കൊണ്ടിരിക്കും. എത്രത്തോളം വ്യൂസ് കയറുന്നുണ്ടോ അതിനനുസരിച്ച് ക്യാഷ് കിട്ടും. അപ്പൊ നിങ്ങൾ ഏതൊരു വീഡിയോ ഇട്ടാലും ആ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഡുകൾ പ്ലേ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു വീഡിയോ കാണുമ്പോഴത്തേനും നോക്കിയാൽ മനസ്സിലാകും, ഫസ്റ്റ് ഒരു ആഡ് കാണും, പിന്നെ നടുക്ക് ആഡ് കാണും, പിന്നെ അവസാനമൊക്കെ ഇങ്ങനെ ആഡുകൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആ ആഡിനാണ് ക്യാഷ് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ലൈഫ് സ്റ്റൈല് നല്ല ചേഞ്ച് ആവാൻ കാരണം ഈ ഒരു യൂട്യൂബ് ചാനൽ എന്നതുകൊണ്ട് മാത്രമാണ്. എനിക്ക് ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റി. എന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റി. അതെല്ലാം ഈ ഒരു യൂട്യൂബ് കൊണ്ടാണ്. നിങ്ങൾ ആരും മടിച്ചു നിൽക്കാതെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ യൂട്യൂബിൽ നിന്ന് മാത്രമല്ല, ഇൻസ്റ്റയിൽ നിന്ന് ക്യാഷ് കിട്ടും, ഫേസ്ബുക്കിൽ നിന്ന് ക്യാഷ് കിട്ടും. അങ്ങനെ തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്റെ ചാനലിലൂടെ ചെയ്യുന്ന ജോബുകൾ, വേക്കൻസികൾ ഇടുന്ന ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ ഇടുന്ന വീഡിയോസ് നോക്കിയാൽ അറിയാൻ പറ്റും. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓൺലൈൻ ജോബ്, അതുപോലെ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ജോബ്, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിലൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഇൻകം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വേറെ ആരെയും ആശ്രയം കൂടാതെ അല്ലെങ്കിൽ വേറെ ലോണോ വേറെ ഒന്നും എടുക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ അത്യാവശ്യമാണ്. ഇന്ന് മിക്കുള്ളവർക്കും ഒരു വീട്ടിൽ ഒരു യൂട്യൂബ് ചാനലെങ്കിലും കാണും. ഒരു വീട്ടിൽ ഒരു കാർ എന്ന് പറയുന്ന പോലെ ഒരു വീട്ടിൽ ഒരാൾക്ക് ഒരു യൂട്യൂബ് ചാനലെങ്കിലും കാണും. അപ്പൊ യൂട്യൂബ് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ക്യാഷ് മാത്രമല്ല കിട്ടുന്നത്, നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പല ഇപ്പൊ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഇവന്റുകളിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ പ്ലേ ബട്ടൺസ് ഒക്കെ കിട്ടും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇതുവഴി ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ പല ഇവന്റുകളിൽ അവർ നിങ്ങളെ തിരഞ്ഞെടുക്കും. 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളവരെ ഇവന്റുകളിൽ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇവന്റുകളിൽ പോയി നിങ്ങളുടെ കഴിവ് എന്താന്ന് വെച്ചാൽ എല്ലാവരും മുന്നിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഒരുപാട് യൂട്യൂബേഴ്സിനെ കാണാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങാൻ ശ്രമിക്കുക. ഞാൻ എന്റെ ഈ യൂട്യൂബ് ചാനൽ, പുതിയൊരു യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്തതിനു ശേഷം ഞാൻ ഇതിന്റെ ഹൈലൈറ്റ്സിൽ ഇട്ട് തരാം, അല്ലെങ്കിൽ ഇതിന്റെ പ്ലേ ബട്ടണിൽ ഇട്ട് തരാം. പിന്നെ അതുപോലെ തന്നെ പുതിയ ഈ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, 2025 യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ ഒരു ഫുൾ വീഡിയോ ചെയ്തു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഒരു പാർട്ട് ടൈം ആയിട്ടൊരു നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അത്രയും നല്ലത്. അതുപോലെ തന്നെ എന്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.